നോക്കാം. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം ഏറ്റിരിക്കുന്നു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടവും തകർന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇത് കൂടെയുള്ള കുട്ടികൾ തന്നെയാണോ? ഈ വിഷ്വൽ എടുത്തത് ആരാണ്? ഈ വീഡിയോ പുറത്തു വരുന്നിരിക്കുന്നു. കർണപടം തകരുന്ന രീതിയിലേക്കൊക്കെ വലിയ മർദ്ദനം പോകുന്നതിന്റെ കാരണം എന്താണ്? കേസെടുത്തോ? അപർണ, 2 ആഴ്ച മുമ്പ് നടന്ന അക്രമത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോൾ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 3 മാസത്തേക്ക് വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഈ ഇരു സ്കൂളുകളിലെയും ഈ കുട്ടിയുമായി ഏറ്റുമുട്ടുന്ന മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ കുട്ടിയുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി സംബന്ധിച്ച് കുടുംബം പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും സമയോചിതമായ നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയ ശേഷം മാത്രമാണ് ഈ കുട്ടികൾക്കെതിരെ നടപടിയെടുത്തത് എന്നും പറയുന്നു. എന്തായാലും അടുത്തിടെ ഈ സ്കൂളുകളിൽ വലിയ രീതിയിൽ ഈ പ്രവണത ശക്തമായി വരികയാണ്. ഈ കുട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുക, അല്ലെങ്കിൽ ഈ കൂട്ടമായി കുട്ടികൾ ഏറ്റുമുട്ടുക തുടങ്ങിയ പ്രവണതകൾ അങ്ങേയറ്റം മോശമായ പ്രവണതകൾ വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഭീകരമായ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. കുട്ടിയുടെ കർണപടം തകരുകയും ചെയ്തിരിക്കുന്നു. 2 ആഴ്ച മുമ്പാണ് അക്രമം ഉണ്ടായത്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകി.